ആകാശവാണി ആനന്ദാലയം നാടകം. രചന സുരേഷ് ഗോശ്രീപുരം. ശബ്ദം നൽകുന്നവർ അനന്തപുരം രവി, ആര്യനാട് ശശിധരൻ നായർ, പനാമ ജോസ്, അരൂർ ശ്രീദേവി, കുടവട്ടൂർ സുനിൽ, ചിത്ര സി നായർ. സംവിധാനം VS ഉണ്ണികൃഷ്ണൻ. ആനന്ദാലയം. നമസ്കാരം. നമ്മളെല്ലാവരും നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇവിടെ ആകെ അലങ്കരിച്ച് ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അല്ല, ആർക്കെങ്കിലും ഇങ്ങനെ കുറച്ചു സമയം ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഈ വൃദ്ധസദനം ഞാൻ നടത്തുന്നതിൽ എനിക്ക് വ്യക്തമായ സതുദ്ദേശമുണ്ട്. ഞാനും ഒരു അനാഥാലയത്തിന്റെ സന്തതിയായിരുന്നല്ലോ. പഠിച്ചു പാസ്സായി നല്ലൊരു ഉദ്യോഗസ്ഥനുമായി. നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വൃദ്ധസദനം നടത്തുന്നത്. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങളിൽ അധികവും, അല്ലേ? മക്കൾ നല്ല നിലയിലായി കഴിഞ്ഞപ്പോ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ മറന്നു, പൊക്കിൾക്കൊടി ബന്ധം മറന്നു. എന്നിട്ടോ ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിഞ്ഞു. മക്കളുടെ മാത്രമല്ല, മരുമക്കളുടെയും ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് നിങ്ങൾ. മരുന്നും ഭക്ഷണവും ഒന്നും തരൂല്ല മോനെ. ഒരിക്കൽ എന്റെ ബാലപുത്രന്റെ ഭാര്യ എന്നെ നാവിക്കിട്ട് ചവിട്ടി. അത് കണ്ട് നോക്കി നിന്ന് ചിരിക്കുകയാണ്. അന്ന് ഇറങ്ങിയതാ വീട്ടിന്ന്. അതുപോട്ടെ, ഇവിടെ ഇപ്പൊ സുഖമല്ലേ? ഓ അതേ മോനെ, ഇവിടെ സുഖം തന്നെ. എങ്കിൽ പറയാം. നമ്മുടെ ഇവിടെ ഒരു വിവാഹം നടന്നല്ലോ. അവരെ അനുമോദിക്കാൻ ഒരു അതിഥി വരുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരു ദിവസം നിങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടാവും, ഇല്ലേ? പാട്ട് പാടാൻ തയ്യാറായിരുന്നുള്ളൂ. നമുക്കിന്ന് അടിച്ചു പൊളിക്കണം. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മരുന്നും ആഹാരവും സാന്ത്വനവും തരാതെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്നു. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങളിൽ അധികം പേരും. അവരുടെ വിദ്യാഭ്യാസത്തിന്റെയും ജോലിയുടെയും മുന്നിൽ നിങ്ങൾ ചുളുങ്ങി ക്ലാവ് പിടിച്ച പിച്ചളപാത്രം പോലെയായി. മുലയൂട്ടി വളർത്തിയ അമ്മയും ചുമലിലേറ്റി വളർത്തിയ അച്ഛനും ഇപ്പൊ ജീവിതത്തിന്റെ പുറംപോക്കിലാ സ്ഥാനം. എനിക്കിപ്പോ ഇവിടെ 23 അച്ഛനമ്മമാരുണ്ട്. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. നമ്മുടെ അതിഥി എത്തി. വരണം സർ. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. 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 ഞാൻ അല്പം താമസിച്ചുവോ എന്നൊരു ശങ്ക. വെറും 2 മണിക്കൂർ. ഈ വൃദ്ധജനങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നല്ലേ? ക്ഷമിക്കണം അച്ഛനമ്മമാരെ. ഇനി എന്താണ് എന്റെ കർമ്മം? ഞാൻ പറഞ്ഞിരുന്നല്ലോ, വയോധികരായ 2 പേരുടെ വിവാഹം നടന്നെന്ന്. ഓഹോ, ഇവിടെയും കല്യാണമോ? അത് കൊള്ളാമല്ലോ. ഇപ്പോ എന്റെ റോൾ എന്താണ്? സാറ് അവരൊന്ന് അനുമോദിക്കണം, അത്രേ ഉള്ളൂ. തീർച്ചയായും. എന്താ വാസുവേട്ടാ ധൃതിയില്? അല്ല, സാറെന്നെ അന്വേഷിച്ചെന്നറിഞ്ഞു. അതെ, വാസുവേട്ടൻ ഇന്നലെ തലച്ചുറ്റലുണ്ടായല്ലോ. പിന്നെ ഈ കൂട്ടത്തിൽ കണ്ടതുമില്ല, അതാ അന്വേഷിച്ചത്. എങ്കിൽ ഞാൻ അവിടെ പോയി ഇരുന്നോട്ടെ സാർ. എന്റെ പ്രസംഗം കേൾക്കണം. ഉഗ്രൻ പ്രസംഗമാണ്. ഞങ്ങളുടെ സാറിന്റെ പ്രസംഗം ഒഴിച്ച് മറ്റാരുടെയും ഞാൻ കേൾക്കാറില്ല. കാരണം എല്ലാം വസ്തുതാവിരുദ്ധമായിരിക്കും പറയുന്നത്. അയ്യോ, അങ്ങനെ പറയല്ലേ. നേതാവിപ്പോ നമ്മുടെ അതിഥിയല്ലേ. വാസുവേട്ടാ, അല്ല, വാസുവേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. ഒന്നുമില്ല സാറേ. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നമ്മുടെ വാഴത്തോപ്പ് വരെ ഒന്ന് പോയി. പഴങ്ങൾ വവ്വാലുകൾ എരിഞ്ഞിട്ടിരിക്കുന്നു. അത് നോക്കാൻ വേറെ ആളുണ്ടല്ലോ. വാഴത്തോപ്പിലെ കല്ലിന്റെ മേലെ വാസി കരയണ കണ്ടു സാറേ. അതെയോ? എന്തിനാ വാസുവേട്ടൻ കരഞ്ഞത്? സുമതിയമ്മ വഴക്ക് പറഞ്ഞു? അയ്യോ ഇല്ല സാറേ. പിന്നെ കുടുംബത്തിലെ പഴയ കാര്യങ്ങളൊക്കെ വെറുതെ ഓർത്തുപോയി. ആ ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടാനല്ലേ ഇവിടെ വന്നത്? മറക്കാൻ കഴിയാത്തതും മനസ്സിൽ നിന്നും മായാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് സാറേ.
പിന്നെ ഞാൻ കരഞ്ഞത് എന്റെ ഭാര്യയെക്കുറിച്ച് ഓർത്താണ്. ഓഹോ, ഭാര്യയ്ക്ക് എന്തു പറ്റിയതാ വാസുവേട്ടാ? അതോ, ചുരുക്കി പറഞ്ഞാൽ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് ഒരിറ്റു ജീവന് വേണ്ടി ഡോക്ടറോട് യാചിച്ച അവളുടെ മുഖം എന്റെ മനസ്സിനെ തകർക്കുന്നു. അവളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ അനാഥനാകല്ലായിരുന്നു. വാസുവേട്ടൻ ഇവിടെ സുരക്ഷിതനല്ലേ? കേട്ടോടെ, നല്ല പൈസയുള്ള വീട്ടിൽ നിന്ന് ആ വാസുവേട്ടൻ ഇവിടെ വന്നത്. ഇവിടുത്തെ അന്തേവാസികളിൽ അധികവും ഉയർന്ന പരിതസ്ഥിതിയിൽ നിന്നും വന്നവരാണ്. അപ്പോ മക്കളാരും ഇല്ലേ വാസുവേട്ടന്? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇവിടെ എത്തിപ്പെട്ടത്. ഒരേ ഒരു മകൻ, സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ജോലി അവിടെ തന്നെ. കാറ്, ബംഗ്ലാവ്, പഠിക്കൽ കാവലിന് പോലീസുകാര്. അപ്പോ വാസുവേട്ടൻ മഹാഭാഗ്യവാനാണല്ലോ. ഭാഗ്യവാനാണ്, ചത്തില്ല. വാസുവേട്ടനെ പട്ടിക്കൂട്ടിൽ നിന്നുമാ ഇവിടെ എത്തിച്ചത്. അച്ഛനെ നാറുന്ന പട്ടിക്കൂട്ടിലടച്ച് AC-യിൽ ഉറങ്ങുന്ന മകനും മരുമകളും. ഇത്രയും പോരെ? അപ്പൊ ഞാൻ ഭാഗ്യവാനല്ലേ സാറേ? മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനാക്കുമ്പോൾ പട്ടിക്കു സമം. ഇപ്പൊ എന്റെ ജീവനും ജീവിതവും ഈ നിൽക്കുന്ന സാറിന്റെ ദാനമാണ്. ഒരു മനുഷ്യന്റെ കടമയെ ഞാൻ ചെയ്തുള്ളൂ. വാസുവേട്ടന്റെ കയ്യിലിരിക്കുന്ന പൂക്കള് നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്നും അടർത്തിയതാണോ? അതെ, ദമ്പതികൾക്ക് ബൊക്കയ്ക്ക് പകരം 2 ചെണ്ട് മല്ലിപ്പൂക്കൾ കൊടുക്കാമെന്ന് കരുതി. അത് നന്നായി. എന്നാലും പൂന്തോട്ടത്തിൽ നിന്നും പൂവിറക്കുന്നത് എനിക്കൊരു വേദനയാ. ക്ഷമിക്കണം സാർ, ഇതുപോലെ വീട്ടിലെ പൂന്തോട്ടത്തിൽ നിന്നും ഒരിക്കലൊരു പൂ പറിച്ചു. അതിനെന്റെ മരുമകൾ ദേഷ്യത്തോടെ എന്റെ കരുണ തടിച്ചു. മുന്തിയനും പൂക്കളാണെന്ന് പറഞ്ഞാണത്. വാടിക്കരിഞ്ഞ് താഴെ വീഴുന്ന പൂക്കളുടെ വില പോലുമില്ല സാറേ വയസ്സായ തന്തമാർക്ക്. അമ്പടി, ആള് കൊള്ളാവല്ലോ. എന്നിട്ട് മോനൊന്നും പറഞ്ഞില്ലേ വാസുവേട്ടാ? ഒരു ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നവന് സ്വന്തം ഭാര്യയെ പേടിയായിരുന്നു. വാസുവേട്ടൻ അവിടെ പോയി ഇരുന്നോളൂ. എത്രയും വേഗം ചടങ്ങ് തുടങ്ങാം. സാറിന് വേറെയും പ്രോഗ്രാം ഉള്ളതാ. സാറേ. എന്താ സുമതി അമ്മേ, സുഖമില്ലാതിരുന്ന ആ അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? മരുന്നും ഭക്ഷണവും കൊടുത്തു സാർ. ഇതും അന്തേവാസിയാണോ? അതെ, ഇവിടെയുള്ളവർക്ക് വ്യായാമ മുറകൾ പഠിപ്പിക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നതും സുമതിയമ്മയാണ്. അന്തേവാസിയാണെന്ന് എനിക്കങ്ങ് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ക്ഷമിക്കണം സാർ. എന്താ, അന്തേവാസികൾക്ക് പ്രത്യേക രീതിയിൽ തിരിച്ചറിയൽ മാർക്കുണ്ടോ? മനുഷ്യൻ അവന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ വരുന്നു. ചിലപ്പോൾ വറച്ചട്ടിയിൽ നിന്നും എരുതിയിലേക്കായിരിക്കും. പക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സ്വർഗമാണ്. ഞാൻ പല അനാഥാലയങ്ങളാവട്ടെ വൃദ്ധസദനങ്ങളാകട്ടെ മിക്കയിടങ്ങളിലും എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോ, ഈ അന്തരീക്ഷം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, മരുന്നും ഭക്ഷണവും സാന്ത്വനവും കിട്ടിയാൽ വൃദ്ധന്മാർ ചെറുപ്പക്കാരാവുമെന്ന്. മിസ്റ്റർ വാമനൻ, ഞാൻ സമ്മതിച്ചു, ഇവിടം സ്വർഗമാണ്. അഭിനന്ദിച്ചതിന് നന്ദിയുണ്ട് സാർ. ഞാൻ തന്നെ ഈ സുരക്ഷിത സ്ഥാനത്തെത്തിയില്ലായിരുന്നെങ്കിൽ എന്നെ മണ്ണിടിഞ്ഞാനെ. സ്ത്രീയുടെ മാനത്തിന് ഇവിടെ ഗ്യാരണ്ടിയുണ്ട്. മറിച്ച് പുറത്ത് 75 വയസ്സുള്ള സ്ത്രീയെ വരെ പീഡിപ്പിച്ചു കൊന്നില്ലേ സാർ? അച്ഛന്മാർ, സഹോദരന്മാർ ഒക്കെ നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചില്ലേ? എന്തിന് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ? ശരിയാണ്, സത്യസന്ധമായ കാര്യമാണത്. ഏത് വൈകൃതങ്ങൾക്കും ഇവിടെ സംരക്ഷകരുണ്ട്. അച്ഛനെയും മകളെയും തിരിച്ചറിയാൻ കഴിയാത്ത സദാചാര പോലീസുകാരെ സ്ത്രീ എന്ന ബിംബകൽപ്പനയെ വെറും കാമവെറിയോടെയാണ് നോക്കിക്കാണുന്നത്. സുമതിയമ്മയ്ക്ക് ഇങ്ങനെ വല്ല അഭിമാനക്ഷതവും ഉണ്ടായതുകൊണ്ടാണോ ഇവിടെ വന്ന് പെട്ടത്? ഒരു വിധത്തിൽ അതും ശരിയാണ്. ഇവിടെയുള്ള ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. സുമതിയമ്മയുടെ അനുഭവം സുമതിയമ്മ പറയും. പറഞ്ഞോളൂ സുമതിയമ്മേ. എന്റെ അനുഭവം കേൾക്കാതിരിക്കുന്നതാ നല്ലത്. സാമ്പത്തിക ശേഷിയുള്ള അഴീക്കൽ തറവാട്ടിലായിരുന്നു ഞാൻ ജനിച്ചത്. 1000 നെൽപ്പാടങ്ങളും 100 നാളികേരവും കിട്ടുന്ന തെങ്ങിൻ തോപ്പുകളും കുടിയാന്മാരും പാട്ടക്കാരും വാല്യക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ആ വലിയ വീട്ടിൽ ആകെയുണ്ടായിരുന്ന ഒരേ ഒരു പെൺതരിയാ ഞാൻ. പറഞ്ഞോളൂ. എന്റെ അച്ഛന്റെ പിന്നാലെ എന്റെ അമ്മയും മരിച്ചത് തറവാട്ടു കുളത്തിൽ തന്നെയായിരുന്നു. അത് രണ്ടും കൊലപാതകമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അടുത്ത ഊഴം എന്റേതാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ആ കാരാഗൃഹത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവതുല്യനായ
ഞാനായി സാറിന്റെ അടുത്തെത്തി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 14 വർഷമായി. ആ, കരയേണ്ട സുമതിയമ്മേ. ദാ 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 അവിടെ പോയിരുന്നുള്ളൂ. എത്രയെത്ര മുഖങ്ങൾ, പക്ഷേ എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട്. എല്ലാത്തരം ആൾക്കാരും ഉണ്ട് ഇവിടെ. അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോരോ അനുഭവങ്ങൾ. ആ, അതാ സുമാരേട്ടൻ വന്നല്ലോ. കണ്ണിന് സുഖമില്ലാത്തതല്ലേ സുമാരേട്ടാ? അവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഓ, കാണാത്തവന് ശബ്ദമാണല്ലോ കണ്ണ്. കാഴ്ചകൾ കണ്ടു മടുത്തു. ഒന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാത്തിനോടും പുച്ഛമാണല്ലോ ഏട്ടന്. ആ, ഏതാ ഈ പുതിയ ശബ്ദം? പുതിയ അന്തേവാസിയാണോ? അന്തേവാസിയല്ല, ഞാൻ ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനാണ്. ആ, നമസ്കാരം സാർ. നമസ്കാരം. എന്നെ അങ്ങനെ തീർത്തും അന്തേവാസിയാക്കണ്ട. ആ, നാളെ ഞാൻ നാട്ടിലേക്ക് പോകും. എന്റെ മോൻ നാളെ വരും സാർ. നാളെ വരട്ടെ. സുഖമില്ലാത്ത ആള് എന്തിനാ ഇറങ്ങി നടക്കുന്നത്? അതിനല്ലേ സാറേ ബന്ധങ്ങളെയും പ്രതിബന്ധങ്ങളെയും മനസ്സിലാക്കി തരുന്ന ഈ വെളുത്ത വഴി. അതിരിക്കട്ടെ, സുമാരേട്ടൻ മരുന്ന് കഴിച്ചോ? മരുന്നോ? മരിക്കാതിരിക്കാൻ എനിക്ക് മരുന്ന് വേണ്ട സാറേ. മറവിക്കുള്ള മരുന്നുണ്ടോ? ഇപ്പോഴും മനസ്സ് ഉറയ്ക്കാത്തത് എന്താ സുമാരേട്ടാ? കാഴ്ചയില്ലെന്ന് കരുതി എന്തെങ്കിലും ദുഷ്കരമായി തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെ ഒന്നുമില്ല. നാളത്തെ കാര്യമോർത്ത് മനസ്സും ചിന്തയും കാതങ്ങൾക്കപ്പുറം മേഞ്ഞു നടക്കുകയാണ്. കാണാൻ കഴിയില്ലെങ്കിലും പരിചിതമായ ശബ്ദങ്ങൾ, ഞാറിന്റെ മണമുള്ള തണുത്ത കാറ്റ്, കാറ്റിലുലയുന്ന കരിമ്പലിയുടെ മർമ്മരം, എന്റെ നാടിന്റെ സ്പന്ദനം ഒക്കെ എനിക്ക് നാളെ തൊട്ടറിയാം. ഈ സുകുമാരേട്ടന്റെ ഒരു കാര്യം, നാളെ നേരം വിളിക്കട്ടെ, അവരെത്തിക്കോട്ടെ. കുരുടന് എന്തു പ്രഭാതവും പ്രദോഷവും സാറേ. ഉറങ്ങുമ്പോഴും രാത്രി, ഉണരുമ്പോഴും രാത്രി. വർണ്ണങ്ങളില്ല, വെറും ഇരുട്ടു മാത്രം. അത് സുകുമാരനേട്ടനെ സംബന്ധിച്ചിടത്തോളം സാരമില്ല. നല്ല ഉൾക്കാഴ്ചയുള്ള ആളാണല്ലോ സുകുമാരേട്ടൻ. ആ, സുമതിയമ്മേ, സുകുമാരേട്ടനെ ഒന്നങ്ങ് കൊണ്ടുപോയി ഇരുത്ത്. ആ, എന്താ സാറേ, എന്റെ സാമീപ്യം ഒരു അധികപ്പറ്റായോ? എന്ത് സംസാരമാണിത്? നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളല്ലേ ഇദ്ദേഹം? എന്തോ കാഴ്ച നഷ്ടപ്പെട്ടത് മുതൽ എനിക്കങ്ങനെ വെറുതെ തോന്നുന്നു. സുമതിയമ്മേ, എന്നെ പിടിക്കണ്ട. ഇവിടത്തെ ഭൂമിയുടെ ഉയർച്ചയും താഴ്ചയും എനിക്ക് കാണാപാഠമാണ്. ഞാൻ തനിയെ അകത്തുപോയി സാറ് ഒന്ന് കിടന്നോട്ടെ. ആയിക്കോട്ടെ, പോയി കിടന്നോളൂ. ആ, അപ്പോ നാളെ മകൻ വന്ന് സുമാരേട്ടനെ കൊണ്ടുപോകുന്ന ത്രില്ലിലാണ് അദ്ദേഹം. ഇല്ല, ആ കുട്ടി ഒരു വാഹനാപകടത്തിൽ മരിച്ചിട്ട് 2 വർഷമായി. എന്തോ സുമാരേട്ടനെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. കാരണം അദ്ദേഹം വീണുപോകും. അതാ. അപ്പോ വെറും ഒരു പ്രതീക്ഷയിൽ ജീവിക്കുകയാണല്ലേ? അതെ. ആരാണ് അതിമനോഹരമായി ഹാർമോണിയം വായിക്കുന്നത്? സുകുമാരേട്ടനാ? തികഞ്ഞ കലാകാരനാണ് അദ്ദേഹം. ഒരു കാലത്ത് കേരളത്തിലെ മിക്ക നാടക സമിതികളിലും കളിച്ചിരുന്നത് സുകുമാരൻ നീലാംബരി എന്ന ഈ സുകുമാരേട്ടൻ എഴുതിയ നാടകങ്ങളാണ്. ഇതിനിടെ 4 സംസ്ഥാന അവാർഡുകൾ, 8-10 മറ്റ് അവാർഡുകളും ലഭിച്ചു. ഇപ്പോൾ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ ആർക്കും വേണ്ട, ആരും തിരിഞ്ഞു നോക്കാതെയായി. ഞങ്ങൾ നേതാക്കന്മാരുടെ കാര്യവും ഇങ്ങനെയാ. ആവശ്യം കഴിയുമ്പോ എടുക്കാത്ത നോട്ട് പോലാ. സാർ, വധൂവരന്മാരെ വിളിക്കട്ടെ? അവരിവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ സുമതിയമ്മേ. ദേ, എനിക്ക് തിരക്കൊന്നുമില്ല, പതിയെ മതി. എന്തായാലും ഇന്നത്തെ ദിവസം ഈ അച്ഛനമ്മമാരുടെ കൂടെ ഇവിടെ കഴിയാൻ ഞാൻ തീരുമാനിച്ചു. നല്ല കാര്യം. ബീവാത്തും പൈലിച്ചേട്ടനും ഇനി അടുത്ത് വരൂ. ഓഹോ, ഇവരാണല്ലേ വധൂവരന്മാർ. രണ്ടാൾക്കും നാണമുണ്ടല്ലോ. വാ വാ വാ. നമ്മുടെ നാട്ടില് നടാടെയാണ് ഇങ്ങനെ ഒരു കല്യാണം. വരന് പ്രായം 78, വധുവിന് പ്രായം 75. അതും ഒരു മിശ്ര വിവാഹം. സത്യത്തിൽ ഈ കല്യാണത്തിൽ ഒരു തീപ്പിരിയുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട് സാർ. മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ പൈലിച്ചേട്ടനും ബീവിയും ഒരു വർഗീയ കലാപത്തിനുള്ള വകുപ്പ് ഒപ്പിച്ച് നിൽക്കുകയാണല്ലേ? ആരും ഊതി കത്തിക്കാതിരുന്നാ മതി. ഇവിടെ ആർക്കും ജാതിയും മതവും ഇല്ല.
മനുഷ്യർ, അതാണ് ഞങ്ങളുടെ മതം. രണ്ടുപേരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് നിങ്ങളെന്തിനാ വിവേചനം കാണുന്നത്? എനിക്കൊരു കുഴപ്പമില്ല സാറേ. ഒരു വിഷയമുണ്ടാക്കാൻ കാത്തിരിക്കുന്നവരെ കുറിച്ച് ഓർത്തു പറഞ്ഞതാ. അങ്ങനെ ആത്മാർത്ഥതയുള്ളവർ ഈ അനാഥരെ ഇത്രയും നാൾ ഒന്ന് കാണുക പോലും ചെയ്തില്ലല്ലോ. റോഡിൽ അലഞ്ഞവർ, കടത്തിണ്ണയിൽ അന്തിയുറങ്ങിയവർ, നായക്കൂട്ടിൽ ബന്ധിക്കപ്പെട്ടവർ, ധർമാശുപത്രിയിൽ നോക്കാൻ ആളില്ലാതെ പുഴുവരിച്ചു കിടന്നവർ, അങ്ങനെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നിന്നും വന്നവർ. അല്ലാതെ പട്ടുമെത്തയിൽ നിന്നും എടുത്തോണ്ട് വന്നതല്ല അവരെ. അയ്യോ സാറേ, സാറിന്റെ നന്മയെ ഞാൻ കാണുന്നു, മനുഷ്യ സ്നേഹത്തെയും ഞാൻ അംഗീകരിക്കുന്നു. ദേ, ഞാനത് വിട്ടു. എന്താ കല്യാണം കഴിഞ്ഞിട്ടും മണവാളനും മണവാട്ടി രണ്ടു ധ്രുവങ്ങളിൽ ഇരിക്കുന്നത്? ഈ കല്യാണത്തിന് ഒരുപാട് പുതുമകളുണ്ട്. അതിൽ പ്രധാനമായും രണ്ടാളും രണ്ടു മുറികളിലായിരിക്കും കഴിയുക. അയ്യോ, വിവാഹം കഴിഞ്ഞിട്ട് ഒരാൾ ഓർത്തോ വാർഡിലും മറ്റേയാൾ മെഡിക്കൽ വാർഡിലും ഇങ്ങനെ കിടന്ന വിവാഹ ജീവിതത്തിൽ എന്തർത്ഥം? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പൈലിച്ചേട്ടന്റെ ഭാര്യ മരിച്ചിട്ട് 42 വർഷമായി. ഇക്ക മൊഴി ചൊല്ലിയിട്ട് 28 വർഷവും. ഇത്തിരി സ്നേഹത്തിന്റെ കണിക കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഇങ്ങനെ ചെയ്തത്. ആ, നമ്മുടെ അതിഥിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ സാറേ? പറഞ്ഞോളൂ വാസുവേട്ടാ. നേതാവ് സാറേ, മരുന്ന്, ഭക്ഷണം, സ്വാന്തനം എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അന്തേവാസികളെ കാണിച്ച് പണപ്പിരിവ് നടത്തുന്ന അറവുശാലയല്ലത്. ഈ നിൽക്കുന്ന ഉയരം കുറഞ്ഞ മനുഷ്യന്റെ വലിയ മനസ്സാണ് ഈ പ്രസ്ഥാനം. ഇങ്ങനെ ആയിരിക്കണം ആശ്രയാലയം, ഇങ്ങനെ ആവണം നടത്തിപ്പുകാരൻ. അപ്പോ വധൂവരന്മാർക്ക് എന്റെ മംഗളാശംസകൾ. പ്രായത്തിനല്ല, മനസ്സിനാണ് ചെറുപ്പമെന്ന് നിങ്ങൾ തെളിയിച്ചു. മുറിക്കപ്പുറമായാലും കാതങ്ങൾക്കപ്പുറമായാലും സ്നേഹം സ്നേഹം തന്നെ. ഇവർക്ക് തമ്മിൽ കാണാനും സംസാരിക്കാനും ഒരുപാട് അവസരങ്ങളുണ്ട്. രാവിലെ യോഗ സമയത്ത്, പ്രാർത്ഥനാവേളയിൽ, പിന്നെ TV കാണുമ്പോ, ഭക്ഷണ സമയത്ത്. ചെടി നനയ്ക്കുന്നത് ഇവരാണ്. അതുപോലെ പോരാ പോരാ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പുറത്തെ മുറിയിൽ എന്നെയും കാത്ത് ഒരാൾ ഇരിപ്പുണ്ടെന്നൊരു തോന്നൽ, അത് മതി മനസ്സ് നിറയാൻ. ആരുമില്ലാത്തവരെന്ന ചീത്തപ്പേരിപ്പോ മാറിയില്ലേ? ഞാനിപ്പോ ഒരു ഭർത്താവല്ലേ സാറേ? ബീവാത്തു ഒരു ഭാര്യയുമല്ലേ? അങ്ങനെ എന്തായാലും നിങ്ങളുടെ നിശ്ചയദാർഢ്യം ഞാൻ സമ്മതിച്ചു. ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിനും ഇതിൽ പങ്കുകൊണ്ടതിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി നന്ദി. അതാ ഒരു വല്യപ്പനെന്തോ പറയാൻ കൈ ഉയർത്തുന്നുണ്ടല്ലോ സാർ. എഴുന്നേക്കണ്ട, അവിടെ ഇരുന്ന് പറഞ്ഞോളൂ. മോനെ, ഉപ്പാപ്പന് ഇളനീർ കുഴമ്പ് കിട്ടിയില്ല. സുമതിയമ്മ ഇട്ട് തരും കേട്ടോ. ഇച്ചിരി കാലി പോലെ ചവച്ചിട്ട് ഒരുപാട് നാളായി മോനെ. വേണ്ട വേണ്ട, അത് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാ. ഇച്ചിരി കറുപ്പ് കിട്ടുമോ മോനെ? ഉപ്പാപ്പന് കൊതിയായിട്ടാന്ന്. എന്നിട്ട് വേണം എന്നെ പോലീസ് വെക്കാൻ അല്ലേ? അയ്യോ മോനെ, എനിക്ക് വേണ്ട. ഉപ്പാപ്പന് ഇവിടെ എങ്ങനെ എത്തി? പേന ചതിച്ചതാ മോനെ. അവന്മാര് തന്ന പേന കൊണ്ട് ഞാനഞ്ചാറ് ഒപ്പിട്ട് കൂടെപ്പുറപ്പുകൾ ചതിച്ചതാ മോനെ. കൊന്നില്ല, വലിച്ചഴച്ച് വഴി കൊണ്ടുപോയിട്ട് ഈ പാവത്തെ അറിഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ആരോ ഒരാൾ വീണ്ടും കൈവെക്കുന്നുണ്ടല്ലോ. എന്താ ചേട്ടത്തി? ടിവിയിലെ പടം മങ്ങിക്കിടക്കണം സാറേ. അതെ, ടിവിയുടെ കുഴപ്പമല്ല ചേട്ടത്തി. എല്ലാവരും ക്യാമ്പിൽ പോയി കണ്ണ് ഓപ്പറേഷൻ ചെയ്തപ്പോ പേടിയാണെന്നും പറഞ്ഞു പോയില്ലല്ലോ. കണ്ണിന്റെ കുഴപ്പമാ. മോറ് കൊള്ളൂല്ലെങ്കിൽ കണ്ണാടി തല്ലിപ്പൊളിച്ചിട്ട് എന്നാ കാര്യം ത്രേസ്യമ്മേ? TV എനിക്ക് നല്ല കലക്കനായിട്ട് കാണാം. ഓപ്പറേഷൻ സക്സസ്. ഹലോ, അതെ, ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ സാർ. അതെ അതെ, നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് പുതുമയുള്ള കാര്യങ്ങൾ മാത്രമല്ലേ സാർ പറയുവാനുള്ളൂ. അതെ, ആ വിവാഹം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നിരുന്നു സാർ. ഓക്കെ സാർ, ഓക്കെ സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം സാർ. ഓക്കെ ഓക്കെ.
ഹലോ. അതെ, സർവോദയൻ ഭാവനൻ തന്നെ. സാറേ, കാര്യങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? സാറാണല്ലോ ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. അദ്ദേഹത്തിന് ഒരു പൊന്നാട അണിയിക്കാൻ സാറിന് എത്താൻ കഴിയുമോ? ശരി 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 സാർ, യാത്രയിലാണല്ലേ? ആരെയും കിട്ടിയില്ല അല്ലേ സാറേ? സാറ് തന്നെ അങ്ങ് പൊന്നാട് അണിയിച്ചാ മതി. അതെന്തെങ്കിലും ചെയ്യാം. എനിക്ക് അഭിമാനം തോന്നുന്നു സുമതിയമ്മേ. കാരണം മറ്റൊന്നുമല്ല, കാലാകാലങ്ങളായി ഒരു വഴിപാട് പോലെ നടന്നു വന്ന അവാർഡ് ദാനം ഇക്കുറി അർഹതപ്പെട്ടയാൾക്ക് തന്നെ കിട്ടിയല്ലോ. എല്ലാം കൊള്ളാം. ഇനി അവാർഡിന് അർഹനായ സാഹിത്യകാരനെ ഒന്ന് സമ്മതിപ്പിച്ചെടുക്കുന്നതാണ് പണി. അതും ശരിയാ. സുമതിയമ്മേ, സുമാരേട്ടൻ വരുന്നുണ്ട്. ആ പടികൾ കയറാൻ ഒന്ന് സഹായിച്ചോളൂ. വേണ്ട വേണ്ട, ഇവിടെ എനിക്ക് ചിരപരിചിതമാണ്. മനസ്സിന്റെ അളവുകോലുണ്ട്. സുമാരേട്ടാ, കേരള സാഹിത്യ അക്കാദമിയുടെ ഇത്തവണത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അതെയോ? നല്ലത്. പക്ഷേ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം സാറേ? കാര്യമുണ്ടെന്ന് വെച്ചോളൂ. വലിയ വലിയ എഴുത്തുകാർക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നതിന് നമുക്കെന്താ? സന്തോഷമുള്ള കാര്യമല്ലേ? സന്തോഷാണല്ലോ. എങ്കിലേ സന്തോഷത്തിനുള്ള വകയുണ്ട്. സുമതിയമ്മേ. ഓക്കെ സർ, ഞാൻ പറയാം. പ്രശസ്ത എഴുത്തുകാരനായ സുകുമാരൻ നീലാംബരിക്കാണ് ഇപ്രാവശ്യത്തെ സാഹിത്യത്തിനുള്ള പുരസ്കാരം. ആർക്ക് വേണം ഈ അവാർഡ്? എന്റെ പുഷ്കലകാലത്ത് സ്തുതി പാടി പുകട്ടിയും അവശതയിൽ അവഗണിച്ചും ആത്മാവില്ലാത്ത ആശയങ്ങൾക്ക് അവാർഡ് കൊടുത്തും സാഹിത്യത്തോട് അനീതി കാട്ടിയവർ, ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രത്യുപകാരമായി വച്ചു നീട്ടുന്ന ഭിക്ഷയല്ലേ ഈ അവാർഡ്? സുമരേട്ടാ, പുരസ്കാരങ്ങൾ പൂർണ്ണ സൃഷ്ടിയുടെ അംഗീകാരമാണ്. ലക്ഷങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന സാക്ഷിപത്രം. കുറ്റദ്രാവകം പല പല മൂശകളിലൊഴിച്ച് കണ്ടും കേട്ടും മടുത്ത വസ്തു സൃഷ്ടിക്കപ്പെടുന്നു. കലയുടെ അംശത്തിനോ നന്മയ്ക്കോ മേന്മയ്ക്കോ ഇവിടെ ഒരു വിലയുമില്ല സാറേ. 86-ലധികം പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതിയ കൈയാണിത്. ഇപ്പോഴും ഒരംഗത്തിന് ബാല്യമുണ്ട്. ഇനി സുകുമാരൻ നീലാംബരി പേന എടുക്കില്ല. കാരണം എന്റെ കൈകൾ ഒന്ന് ഇടറിയപ്പോൾ മറന്നു നന്ദി കെട്ട ഈ സമൂഹം. സുമാരേട്ടന്റെ സർഗസിദ്ധികൾ വാശിക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കരുത്. നാടകരംഗത്തെ പെരുന്തച്ചൻ ഇന്നും സുകുമാരേട്ടൻ തന്നെയാണ്, മറ്റാരുമല്ല. ഇന്ന് നാടകം കൊട്ടേഷൻ സംഘങ്ങളുടെ കൂടെ വഴിമാറി സഞ്ചരിക്കുന്നു. കർണകഠോര ശബ്ദത്താലും കണ്ണഞ്ചിപ്പിക്കുന്ന ദീപത്താലും രംഗത്ത് തീയും തീവണ്ടിയും കാട്ടി കയ്യടി വാങ്ങുമ്പോൾ യഥാർത്ഥ നാടകം എവിടെയാണ്? സൂത്രപ്പണികളിലെ സൂത്രക്കല്ലിൽ നാടകത്തിന്റെ നാളം കെടാതെ അങ്ങനെ നിന്നോട്ടെ. ന്യൂജൻ സങ്കേതങ്ങളും കാലത്തിന് ആവശ്യമാണ്. അതൊക്കെ ആ വഴിക്ക് പൊക്കോട്ടെ. പക്ഷെ നമ്മളെ അംഗീകരിച്ച ആ അവാർഡ് സുകുമാരേട്ടൻ നിരസിക്കരുത്. അവാർഡുകളൊന്നുമല്ല എന്റെ ലക്ഷ്യം. സമൂഹത്തിന് വേണ്ടത് മാത്രം ഞാൻ എന്റെ എഴുത്തിലൂടെ നൽകിയിട്ടുണ്ട്. അവരോട് നീതിയും കാണിച്ചിട്ടുണ്ട്. എനിക്കതു മതി. പിന്നെന്തിന് അവാർഡ്? സുകുമാരേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇന്നിവിടെ സന്തോഷത്തിന്റെ ദിവസമാണ്. അതിന് എനിക്കും സന്തോഷമുണ്ട് സാറേ. നാളെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്റെ മകൻ വരുമല്ലോ. അച്ഛാ എന്നൊരു വിളിക്കു വേണ്ടി ഞാൻ കാതോർക്കുന്നു. അതിന് അവൻ വന്നോട്ടെ. സുകുമാരേട്ടന് വേണ്ടി ഞങ്ങളൊരു സ്വീകരണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേണ്ടെന്ന് പറയരുത്. അനുമോദനങ്ങൾ വേണ്ട സാറേ. കറവ പശുക്കളാ കലാകാരന്മാർ. അകിട് ചുരത്താതെ വരുമ്പോൾ അറവുശാലയിലേക്ക് അതിന് ഞാൻ തന്നെ ദൃഷ്ടാന്തമല്ലേ സാറേ? ദേ സാറേ, കമലാക്ഷിയമ്മ കലിപ്പോടെ വരുന്നുണ്ട്. എന്താണാവോ, നല്ല ദേഷ്യത്തിലാ വരവ്. അവർക്ക് ഭ്രാന്ത. അതെ, എനിക്ക് ഭ്രാന്ത സാറേ. ഇവിടെ ഞാനും ഇങ്ങനും കൂടി പറ്റൂല. അതെന്താ? ഇവിടെ നമ്മളെല്ലാം സമന്മാരാണ്. എന്താ കമലാക്ഷിയമ്മയ്ക്ക് മറിച്ചൊന്ന് തോന്നാൻ എന്താ പ്രശ്നം? ഏത് പ്രശ്നക്കാരനാ സാറേ ഈ നിൽക്കുന്നത്? കണ്ണിന് കാഴ്ച പോലും ഇല്ലാത്ത ഇദ്ദേഹം എന്ത് പ്രശ്നമാ കമലാക്ഷി അമ്മയ്ക്ക് ഉണ്ടാക്കിയത്? പൊതുജന ശല്യമാ സാറേ ഇങ്ങേര്. ആദ്യം തന്നെ ആ കുന്ത്രാണ്ടം തല്ലി പൊളിച്ചു കളയണം. എന്ത് ഹാർമോണിയമോ? സംഗീതാംശം ഉള്ളിലില്ലാത്ത ഇവരോട് എന്ത് പറയാൻ? മൃഗങ്ങളിൽ പോലും സംഗീതാംശമുണ്ട്. പശുർവേത്തി, ശിശുർവേത്തി, വേത്തി ഗാനരസ സിംഫിണി എന്നാണ് നല്ല ശുദ്ധ സംഗീതം കേട്ടാൽ കരയുന്ന കുഞ്ഞ് കരച്ചിൽ നിർത്തും. പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന പശു തല ഉയർത്തി നോക്കും.
എന്തു തന്നെയാണേലും എന്റെ ജനലിന്റെ അടുത്ത് വന്ന് ഈ കുന്ത്രാണ്ടം കൊണ്ട് ഒച്ച കേൾപ്പിക്കരുത്. നിർത്ത്. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? നിങ്ങൾ ഇന്നലെ കിണറ്റിൻകരയിൽ നിന്നും വഴക്കിട്ടതും ഞാൻ അറിഞ്ഞു. എന്താ കാര്യം? ചിലർക്ക് ജനിതകമായി കിട്ടുന്ന സമ്മാനമാണ് നാട്ടുകാരുടെ മെക്കിട്ട് കയറ്റം. ഇവർ നേരെ നോക്കിയാൽ പാമ്പും കീരിയ. ഈ പിണക്കം ഞാനിപ്പോ മാറ്റിത്തരാം. സുകുമാരേട്ടൻ അസുഖം ബാധിച്ച് കുറച്ചുനാൾ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടന്നത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ജീവിതം തിരിച്ചുപിടിക്കാൻ മരണത്തോട് മല്ലടിച്ച് ആശുപത്രി ശീതീകരണ മുറിയിലെ 26 ദിവസങ്ങൾ. അക്കാര്യം എന്തിനാ ഇപ്പോൾ പറയുന്നത്? പറയേണ്ടി വന്നു. അന്ന് ആശുപത്രി വരാന്തയിൽ ഐസിയുവിന്റെ മുന്നിൽ ഉറ്റവരും ഉടയവരുമായി ഞാനും ഈ സാറ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ശരിയാണ്. ഏതോ നല്ല മനസ്സിന്റെ ജീവനാണ് എന്നിലേക്ക് തുന്നിച്ചേർത്തതെന്ന് എനിക്കറിയാം. ആണല്ലോ. നിങ്ങൾക്കൊരു വൃക്ക ദാനം തന്നത് ഈ നിൽക്കുന്ന കമലാക്ഷി അമ്മയാണ്. മരിക്കാൻ പോകുന്ന ഒരു രോഗി എന്ന് മാത്രമേ സാർ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. ഞങ്ങളത് രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. അപ്പോ ഞാനൊരു വലിയ കടക്കാരനാണല്ലേ സാറേ? ഈ ജീവിതത്തിലും കമലാക്ഷിയമ്മേ, നിങ്ങളുടെ ജീവൻ ഈയുള്ളവന് പകുത്തു തന്നതിന് നന്ദിയുണ്ട്. ഇതിനു പകരമായി ഞാൻ എന്ത് തിരിച്ചു നൽകും? എനിക്കൊന്നും വേണ്ട. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. എനിക്കത് ദേഷ്യം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് നമ്മൾ കലവില കൂട്ടിയത്. ഇനി ആ കുന്ത്രാണ്ടം വായിച്ചോളൂ. രണ്ടാളുടെയും അടിപിടി കഴിഞ്ഞോ? അത് കഴിയൂല. ഞങ്ങളെല്ലാം കേട്ടു സാറേ. അവയവദാനമാണ് മഹാദാനമെന്ന് ഞങ്ങൾ അറിഞ്ഞു. നിയമപരമായി ഞങ്ങളുടെ അവയവങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ തരാൻ റെഡി. നിങ്ങളുടെ നല്ല മനസ്സിനും നന്ദി. നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ചും കുഴിച്ചുമൂടിയും കളയേണ്ട പാഴ് വസ്തുക്കളല്ല കണ്ണും കരളും ഒക്കെ. പക്ഷേ മറ്റൊരു ജീവന് അത് അത്യാവശ്യവുമാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്കത് ദാനം ചെയ്തുകൂടാ? സർ, ഈ ധന്യ മുഹൂർത്തത്തിൽ ഒരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട്. ഈ പൊന്നാട കമലാക്ഷി അമ്മ തന്നെ സുകുമാരേട്ടൻ അണിയിച്ചോട്ടെ, അല്ലേ? എന്റെ ജീവന്റെ അവകാശിയല്ലേ, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് താ സാറേ, ഇന്നേരം ഞാൻ ബോധിപ്പിക്കട്ടെ. പെണ്ണുപിള്ളേ, ഞാൻ ഇപ്പോഴാ തൃപ്തനായത്. ഇനിയും ഇവിടെ അനാഥ മന്ദിരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. സനാതരാൽ സമ്പന്നമാകട്ടെ കേരളം. എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട് എല്ലാവരോടും. ഞാനേ അടുത്ത നാടകം ഇന്നെഴുതി തുടങ്ങുകയാണ്. ശരിയാണോ സുകുമാരേട്ടാ? ശരിയാണ്. തീർച്ചയായും അടുത്ത നാടകം തുടങ്ങുകയാണ്. നായക്കൂടിലും ചങ്ങലകളിലും മാതാപിതാക്കളെ ബന്ധിക്കുന്നവരെ, നാളെ നിങ്ങളുടെ മക്കളും നിങ്ങൾക്കായി ഒരു ചങ്ങല കരുതി വച്ചിട്ടുണ്ടാവാം. കരുതിയിരിക്കുക. ആനന്ദാലയം നാടകം സമാപിക്കുന്നു. രചന സുരേഷ് ഗോശ്രീപുരം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: വാമനൻ അനന്തപുരം രവി, നേതാവ് പനാമ ജോസ്, വാസു കുടവട്ടൂർ സുനിൽ, സുമതി ചിത്ര സി നായർ, സുകുമാരൻ ആര്യനാട് ശശിധരൻ നായർ, കമലാക്ഷി അരൂർ ശ്രീദേവി. കൂടാതെ നിലയാംഗങ്ങളും. സംവിധാനം VS ഉണ്ണികൃഷ്ണൻ. സംവിധാന സഹായം സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.